ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൗ ടു മലയാളം ട്യൂട്ടോറിയൽസ്. ഫേസ്ബുക്കിനെ കൂടുതൽ പരിചയപ്പെടാം. സൈൻ ഇൻ ചെയ്ത് ഫേസ്ബുക്കിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഹോം പേജാണ്. ഹോം പേജിലാണ് ന്യൂസ് ഫീഡുകൾ ദൃശ്യമാവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ എന്താണ് ഷെയർ ചെയ്തതെന്ന് ദൃശ്യമാക്കി തരുന്നതാണ് ന്യൂസ് ഫീഡ്. ഫേസ്ബുക്കിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതും ഹോം പേജിലൂടെയാണ്. ഹോം പേജിനെ അടുത്തറിയാം. സെർച്ച് ബാർ. ഹോം പേജിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ടൈപ്പിംഗ് ഏരിയയാണ് സെർച്ച് ബാർ. ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് പേജുകൾ, ആപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ടൈം ലൈൻ. അടുത്തതായി പ്രൊഫൈൽ പിക്ചറോട് കൂടിയ നിങ്ങളുടെ പേര് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടൈം ലൈനിൽ പ്രവേശിക്കാം. റീസെന്റ് ആക്ടിവിറ്റി. അടുത്തതായി ഫേസ്ബുക്കിലെ സമീപകാല പ്രവർത്തനങ്ങൾ വ്യക്തമാക്കി തരുന്ന ഭാഗമാണ്. ഫ്രണ്ട് റിക്വസ്റ്റ്. നിങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്താവാൻ മറ്റു ഫേസ്ബുക്ക് ഉപയോക്താക്കൾ അയക്കുന്ന അപേക്ഷയാണിത്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ അവരെ സുഹൃത്താക്കാം. മെസ്സേജ്. ആരെങ്കിലും നിങ്ങൾക്ക് അയക്കുന്ന സ്വകാര്യ സന്ദേശങ്ങൾ ഇവിടെയാണ് ദൃശ്യമാവുക. നോട്ടിഫിക്കേഷനുകൾ. നിങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൂടെ നിങ്ങളോട് സംവദിക്കുന്നത് ഇവിടെയാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള കമൻറ്റുകൾ, അവരുടെ ചിത്രത്തിൽ നിങ്ങളെ ടാഗ് ചെയ്ത വിവരങ്ങൾ, ഏതെങ്കിലും ഇവൻറ്റിലേക്ക് നിങ്ങൾക്കുള്ള ക്ഷണം എന്നിവയെല്ലാം ഇവിടെ കാണാം. പബ്ലിഷർ. സെർച്ച് ബാറിന് തൊട്ട് താഴെയായി മധ്യത്തിൽ കാണുന്ന വാട്ട്സ് ഓൺ യുവർ മൈൻഡ് കോളമാണ് പബ്ലിഷർ. ഇതുപയോഗിച്ചാണ് നാം ഫേസ്ബുക്കിൽ വല്ലതും ഷെയർ ചെയ്യുന്നത്. സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങി പലതും ഇതിലൂടെ ഷെയർ ചെയ്യും. മെനു. ഹോം പേജിൻ്റെ ഇടത്തെ അറ്റത്ത് കാണുന്നതാണ് മെനു. ഫേസ്ബുക്കിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. വരാനിരിക്കുന്ന ഇവൻറ്റുകളുടെ വിവരങ്ങൾ, ഫോട്ടോകൾ, ഗ്രൂപ്പുകൾ, ആപ്പുകൾ എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളിലേക്ക് ഇതിലൂടെ കടന്നു ചെല്ലാം. ന്യൂസ് ഫീഡ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകളിൽ നിന്നുള്ള പോസ്റ്റുകളാണ് ന്യൂസ് ഫീഡിലുള്ളത്. ട്രെൻഡിംഗ് സ്റ്റോറീസ്. ഫേസ്ബുക്കിൽ ആളുകൾ കൂടുതലായി ഏതു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പോസ്റ്റ് ഇടുന്നതെന്ന് ഇവിടെ നിന്നും മനസ്സിലാവും. ഏതെങ്കിലും ഒരു സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്ത് സമാനമായ കൂടുതൽ പോസ്റ്റുകൾ കാണാം. ചാറ്റ്. ഏറ്റവും താഴെ വലത്തേ അറ്റത്ത് കാണുന്ന ചാറ്റ് സവിശേഷതയിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സൈൻ ഇൻ ചെയ്ത് മറ്റു ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാം. ടൈം ലൈൻ. നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യേണ്ടത് ഇവിടെയാണ്. പ്രൊഫൈൽ പേജ് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റും ഇവിടെയാണ് ദൃശ്യമാവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇവിടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാം.